രസം. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ പോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ 30 days ഗ്ലോയിങ് സ്കിൻ സ്റ്റോപ്പ് ചെയ്തതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് September 4th എക്സാം ഉണ്ട്. അപ്പോൾ ഡെയിലി എനിക്ക് ഒരു 2-3 മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ആയാലും ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ കുറേ പേർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ സമയം കണ്ടെത്തി ചെയ്യാണ്. പിന്നെ ഒരു 30 days കണ്ടിന്യൂസ് ചലഞ്ച് ആകുമ്പോൾ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് താൽക്കാലികമായി ഞാനൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. എന്തായാലും ഞാൻ ഫുൾ സ്ട്രെച്ചിൽ നെക്സ്റ്റ് ടൈം തുടങ്ങുമ്പോൾ 30 എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് സൂൺ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആരും എന്നോട് ദേഷ്യമൊന്നും വെക്കരുത്. എൻ്റെ സിറ്റുവേഷൻ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. ഈ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഐഡിയ ഉണ്ടായിരിക്കും. കാരണം ഇന്നലെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പേര് എന്നോട് എപ്പോഴും പറയാറുണ്ട് ഞാൻ സ്റ്റോറി പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത്. വെറുതെ സുഖിപ്പിക്കാൻ പറയണമെന്ന് അറിയില്ല, എന്നാലും കേൾക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ സുഖം തോന്നാറുണ്ട്. അപ്പോൾ നമുക്കൊരു മെമ്മറി റീകോളിംഗ് വീഡിയോ ആവാം. എൻ്റെ ലൈഫിൽ നടന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ഇൻസിഡൻസ് കമൻറ്റ് ചെയ്യൂ. അതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഇത്. ഇതിന് ഒരു ദിവസം കൊണ്ട് തന്നെ 184 കമൻറ്റ്സ് വന്നു. 184 കമൻറ്റ്സിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. ഇതിന് കംപ്ലീറ്റ് ഞാൻ റിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വരെ ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരും. നാളെ രാവിലെ വരെ ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും തീരും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10-15 കമൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റെസ്പോൺസ് നമുക്ക് കേൾക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വിസ്മയ ചന്ദ്രൻ്റെ കമൻ്റ് ആണ്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നോട്ടി തിങ്സ് ദാറ്റ് യു വർ ഡൺ ഇൻ യുവർ ചൈൽഡ്ഹുഡ്, ഫണിയസ്റ്റ് മെമ്മറി വിത്ത് യങ്ങർ ബ്രദർ. അപ്പോൾ വിസ്മയ, താങ്ക് യു സോ മച്ച് ഇത്ര സമയം എടുത്തിട്ട് എൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിൽ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടതിന്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും എൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ കാണാറുള്ള ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും. എൻ്റെ മുന്നത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് കിഡായിരുന്നു ചെറുപ്പത്തിൽ. അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ട് വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നാളെ രാവിലെ വരെ ഇരുന്ന് പറയാൻ മാത്രം ഞാൻ കാണിച്ച കുരുത്തക്കേട് മാത്രമുണ്ട്. സോ അതിൽ പെട്ടെന്ന് അനിയനായിട്ട് ഓർമ്മ വരുന്ന ഒരു മെമ്മറി, ഫസ്റ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി അഡോപ്റ്റഡ് ആണ്, അവരെ ദത്തെടുത്തതാണ് എന്നുള്ളത് ചുമ്മാ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ. അപ്പോൾ ഞാനും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ആദ്യത്തെ കുട്ടി ഞാനായിരുന്നു. അപ്പോൾ എന്നെ അത്രയും പാമ്പർ ചെയ്തിട്ടായിരുന്നു എല്ലാവരും വളർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഓൾ ഓഫ് എ സഡൻ ഒരു ചെറിയ ആൾ വന്നിട്ട് ഈ അറ്റൻഷനൊക്കെ ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ ആർക്കായാലും കുറച്ച് ദേഷ്യം വരില്ലേ. എനിക്കും ദേഷ്യം വിഷമവും ഒക്കെ വന്നു. എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അനിയൻ വന്നു, ഇനി അമ്മയുടെയും അച്ഛൻ്റെയും വല്ലച്ഛൻ്റെയും അമ്മമ്മയുടെയും ഒക്കെ ഇഷ്ടം ഇവനും കൂടെ എന്താ പറയുക കൊടുക്കൂലോ, എനിക്ക് മാത്രമല്ലല്ലോ എന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെ ഒരു നല്ല നമുക്കൊരു കൈൻഡ് ഓഫ് അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇതായിരുന്നു, ഇവനെ വീട്ടിൽ കയറ്റില്ല, അമ്മ മാത്രം കയറിയാൽ മതി, കുട്ടീനെ എവിടെയെങ്കിലും കൊടുത്തോ എന്നുള്ള മട്ടിലൊക്കെ. എന്നിട്ട് എൻ്റെ അമ്മമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവൻ ചെയ്ത ആകെ ശാപം എന്ന് പറയുന്നത് നിന്റെ അനിയനായിട്ട് ജനിച്ചു എന്നുള്ളത്. കാരണം കുഞ്ഞു കുട്ടീനെ കാണാൻ വരുമ്പോൾ എല്ലാവരും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വരില്ലേ, എന്തൊക്കെ സാധനം അവന് കൊടുന്നു അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന സെഷൻ ഉണ്ടായിരിക്കുമല്ലോ, അവിടെ വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്തിട്ട് നടക്കും. കാരണം ഒന്നും അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ഒരു നല്ലൊരു ചേച്ചി ആയിരുന്നില്ല ഞാനന്ന്. അപ്പോൾ ജോക്സ് എപ്പാർട്ട് അതല്ല. അപ്പം അത് കഴിഞ്ഞ് ഇവൻ കുറച്ച് വലുതാവാൻ തുടങ്ങി. ഇവൻ കുറച്ച് വികൃതിയായിരുന്നു. അപ്പോൾ കൂടുതൽ ആദ്യത്തെ ആൺകുട്ടിയാണ് വീട്ടിലെ രോഹിത്ത്. അപ്പോൾ എല്ലാവർക്കും ഇവനോട് ചെറിയൊരു പാഷ്വാലിറ്റി ഉണ്ടോ എന്ന് എനിക്കൊരു ഫീല്. അപ്പം ഞാൻ ഇവനൊരു ദിവസം അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാടാമ്പുഴ അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, അവിടെ ഇങ്ങനെ മുടിയൊക്കെ നരച്ച് ഇങ്ങനെ പൊന്തി തലയിലൊക്കെ ചൊറിഞ്ഞ് ഒരു വയസ്സായ ഒരു സ്ത്രീ ഇരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ആ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവരുടെ 250 രൂപ കൊടുത്തിട്ടാണ് എന്നെ വാങ്ങിച്ചത് അമ്മ.
അമ്മ എന്നോട് ചോദിച്ചു നിനക്ക് കളിക്കാൻ ആരെങ്കിലും വേണമെന്ന്. അപ്പം ഞാനിങ്ങനെ കടയിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോയും കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അതിനെ മതി, 250 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് നിന്നെ എന്ന് ഞാൻ അവനെ പറഞ്ഞു പഠിപ്പിച്ചു കിട്ടും. പിന്നെ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. അതായത് നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് അമ്മ അടുത്ത് പറയും നിന്നെ ആ വയസ്സായ സ്ത്രീക്ക് കൊണ്ടു കൊടുക്കാൻ. നിനക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം, ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ എന്ന രീതിയിൽ ഞാൻ ആ പാവം പിടിച്ച ചെറുക്കനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നിട്ട് മിഠായിയൊക്കെ കൊണ്ടു തരുമല്ലോ. അപ്പം എൻ്റെ റൂളാണ്, എനിക്ക് കൊണ്ടുതരണ മിഠായി ഞാനൊരു ചെറിയ പൊട്ടൊക്കെ പൊട്ടിച്ചിട്ട് അവന് കൊടുക്കും, ഇത് കഴിച്ചോ എന്നുള്ള മട്ടിൽ. അപ്പം ഇവനാണെങ്കിൽ പേടിച്ചിട്ട് പാവട്ടോ എനിക്കൊക്കെ കൊണ്ടു തരുമായിരുന്നു. അങ്ങനെ ഇവൻ കുറച്ച് വലുതാവാൻ തുടങ്ങി. ഇവനൊരു 3.5-4 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ പിടിയിൽ നിന്ന് ഇങ്ങനെ കൊതറി പോകാൻ തുടങ്ങി. അപ്പം എനിക്ക് സഹിക്കോ ഇത്, ഇത്രയും കാലം ഞാൻ ഇവനെ ഇങ്ങനെ എൻ്റെ വരയ്ക്ക് നിർത്തുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം നമ്മൾ കാടാമ്പുഴ അമ്പലത്തിൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാടാമ്പുഴ ഗുരുവായൂരൊക്കെ പോകാറുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ നേരത്തെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ കുറേ തവണ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് കേട്ടോ എന്നുള്ളത്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു തന്നെ തിരിച്ചു കൊണ്ടാക്കാൻ. അതുകൊണ്ട് ഇന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നിന്നെ അവിടെയുള്ള ആ പ്രാന്തി അവരുടെ അടുത്ത് ഏൽപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇവനിത് കേട്ടിട്ടുണ്ടല്ലോ ഭയങ്കര ടെൻഷൻ. എനിക്കാണെങ്കിൽ ഭയങ്കര രസമായോ, ഇവൻ പേടിച്ചല്ലോ എന്നുള്ള ഒരിത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവനെ കാണാനില്ല. ഇവനെല്ലായിടത്തും നോക്കിയിട്ട് എവിടെ നോക്കിയിട്ട് ഇവനെ കാണാനില്ല. അപ്പം അമ്മയും അച്ഛനും ഒക്കെ എല്ലായിടത്തും തിരഞ്ഞു എവിടെയാന്നുള്ളത്. അങ്ങനെ തിരഞ്ഞു പാവം ഉണ്ടല്ലോ കട്ടിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. അവനെ എന്താ പറയുക, ആ സ്ത്രീയുടെ അടുത്ത് കൊണ്ടുവന്ന് ആക്കരുത്, അവൻ അമ്മയോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഇത് കേട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നിലത്ത് നിന്നിട്ടില്ല, കുറച്ച് നേരം ഞാൻ വായുവിലായിരുന്നു. അച്ഛനും അമ്മയും എടുത്ത് എറിയുക, അടിക്കുക, പിടിക്കുക. അന്ന് പോയതാണ് എൻ്റെ വില അവൻ്റെ മുന്നിൽ. പിന്നെ ഇതുവരെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിക്കാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ യുവർ ഫസ്റ്റ് മീറ്റിനെ പറ്റി പറയൂ, വയനാട് ടൂർ വിശേഷം. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്, എൻ്റെ എൻഗേജ്മെന്റ് സെപ്റ്റംബർ 15-നായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 16 ഈവനിങ് വിഷ്ണു തിരിച്ച് ചെന്നൈയിൽ പോവാണ്. വിഷ്ണു ആ സമയത്ത് ആംസ്റ്റർഡാമിൽ വന്നിട്ടില്ല, ഇങ്ങോട്ട് വരാനുള്ളൊരു ട്രെയിനിങ് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 15 എൻഗേജ്മെന്റ് കഴിഞ്ഞു, 16 ഈവനിങ് വിഷ്ണുവിന് തിരിച്ച് ചെന്നൈയിലോട്ട് പോകണം ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ യൂഷ്വലി ആണുങ്ങളാണല്ലോ നമ്മളോട് ചോദിക്കുക നമുക്കൊരു ഡേറ്റ്സിന് പോയാലോ എന്നുള്ളത്. മൂപ്പർ എന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെ നമുക്ക് നാണുമാനും പണ്ടേലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കൊരു ഡേറ്റ്സിന് പോയാലോ എന്നുള്ളത്. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഓക്കെ പോവാം എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ പുള്ളിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ഹെഡ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ചോദിച്ചപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് വയനാടല്ല, തുഷാരഗിരി, കോഴിക്കോട്. വയനാട്ടിലാണോ എന്ന് എനിക്ക് അറിയില്ല, അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിപ്പോക്ക് ഭയങ്കര മഴ, നമുക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മൾ കാറ് സൈഡാക്കിയിട്ട് നമ്മൾ കാറിലിങ്ങനെ ഇരുന്നു. നാട്ടിലെ അവസ്ഥ അറിയാലോ, സദാചാരത്തിന്റെ ആൾക്കാർ ഇറങ്ങും. നമ്മൾ ചുമ്മാ ഇരിക്കായിരുന്നു. ഞാൻ എൻ്റെ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു, വിഷ്ണു അവിടെ എന്തൊക്കെയോ പാട്ട് കേൾക്കുക എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് ഡേറ്റിന് മുമ്പ് ഒരു ചടപ്പുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വിഷ്ണുവിൻ്റെ കാര്യം നോക്കി പോയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടോ, പാസ് ചെയ്യുന്ന എല്ലാ ബൈക്കും എല്ലാവരും നമ്മളെ നോക്കിയിട്ടാണ് പോകുന്നത്. ഓഫ് കോഴ്സ് കാറിൻ്റെ അകത്ത് ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കുന്നു, സദാചാരമുള്ള ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നോക്കി പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ചെക്കന്മാർ വന്നിട്ട് നോക്ക് ചെയ്തിട്ട് ചോദിച്ചു എങ്ങോട്ടുള്ള വഴി എന്താ. അപ്പം അവൻ്റെ ഉദ്ദേശം വഴി അറിയല്ല, ഞങ്ങളെന്താ കാറിനകത്ത് ചെയ്യുന്നതെന്ന് അറിയലാണ്. അപ്പം എനിക്ക് കുറച്ച് ടെൻഷൻ ആവാൻ തുടങ്ങിയിട്ട്, വെറുതെ അനാവശ്യമായിട്ട് ഈ പരിപാടി ചെയ്യേണ്ട, എന്താ പറയുക, ഇങ്ങനെ കാർ സൈഡാക്കി നിർത്തിയിട്ട് ഈ ആൾക്കാരെ മുഴുവൻ നോക്കിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, വിഷ്ണു നമുക്ക് പോവാം, തിരിച്ചു പോവാം, വെറുതെ എന്തിനാ എവിടെയെങ്കിലും ഇരിക്കണത്. അപ്പോൾ വിഷ്ണുവിന് എന്താ നിനക്കെന്താ, ഇതിനെന്താ, ആൾക്കാരൊന്നും നമ്മൾ എന്താ പറയുക എൻഗേജ്ഡ് ആണ്, അതിന് നമ്മൾ ഇരുന്ന എന്താ പ്രശ്നം അത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ വെറുതെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടല്ലോ, നമ്മുടെ ധൈര്യം കാണിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല ഇപ്പം ഇത്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണുവിനത് ഇന്നേവേ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്ന് അയ്യോ ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് മറന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വൈറ്റ് റെസ്റ്റോറൻറ്റോ അങ്ങനെ ഏതൊരു ഹോട്ടലിൽ തുഷാരഗിരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിക്ക്
അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോട്ടലാണ്. അവിടുത്തെ ചിക്കൻ 65 ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് കഴിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേ വരെ ലൈഫിൽ മന്തി കഴിച്ചിട്ടില്ല കേട്ടോ. എന്തോ എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് എത്ര ക്വാണ്ടിറ്റിയാണ് തരിക, എങ്ങനെയാണ് ഇപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ബിരിയാണി അല്ലേ, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ മന്തിയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മന്തി കഴിക്കാമെന്ന്. അപ്പോൾ ടേബിളിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് വിഷ്ണു ചോദിച്ചു എന്താ വേണ്ടത്. അപ്പം ഞാനൊരു സംശയമില്ല, എനിക്ക് ഒരു മന്തി. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ മൊബൈൽ, നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇടരുതല്ലോ, പിന്നെയും മൊബൈൽ നോക്കും. വിഷ്ണു എന്നോട് ഐശു ഒരു മന്തി, എനിക്കൊരു മന്തി മതി, പിന്നെ വേണമെങ്കിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഒരു മന്തി നീ കഴിക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കും, അതിനെന്താ. പക്ഷെ വിഷ്ണുവിന് എൻ്റെ ശരീരം കണ്ടിട്ട് ഞാൻ അത്ര കഴിക്കും തോന്നാത്തതുകൊണ്ടാണ് തോന്നുന്നു ഒരു അരമന്തി പറഞ്ഞു. അത് തന്നെ വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് വിഷ്ണു എന്നെ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാര്യമാണ്, ഹോട്ടലിൽ പോയിട്ടായും തന്നെ ഒരു മന്തി എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. വിഷ്ണു എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തില്ല. വിഷ്ണു എന്നെ കോഴിക്കോട് ഇറക്കി വിട്ടു, ക്രൂരൻ. കാരണം പുള്ളിക്ക് തിരിച്ച് ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ചെന്നൈക്ക്. അപ്പം ഞാൻ അവിടുന്ന് ബസ്സൊക്കെ പിടിച്ചാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മനോഹരമായ ഫോട്ടോസ് വിഷ്ണുവിൻ്റെ ഫോണിൽ എടുത്ത് വിഷ്ണുവിന് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിഷ്ണുവിൻ്റെ ഫോണിൽ, വിഷ്ണു എന്തോ റീചാർജ് ചെയ്യാൻ പോയ സമയത്ത് വിഷ്ണുവിൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ മെമ്മറീസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് സേവ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്, അറേഞ്ച്ഡ് മാരേജ് ആണ്. വീട്ടിലെത്തിയിട്ട് വിഷ്ണു ചോദിച്ചു ഐശു നീ എന്തേ ഈ ഫോണിൽ എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് മര്യാദയ്ക്കുള്ള ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മര്യാദക്കുള്ള ഫോട്ടോസ് ഇതൊക്കെ ഞാൻ ഭയങ്കര സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് ഡേറ്റ് ആഫ്റ്റർ എൻഗേജ്മെന്റ്. അടുത്തത് ദർശന വിജയനാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. മാരേജിന്റെ പ്രീവിയസ് ഡേ എന്തായിരുന്നു മനസ്സിൽ, എന്ത് ഫീലിംഗ് ആയിരുന്നു, ന്യൂ ഹോം, ന്യൂ സറൗണ്ടിങ്, പ്രൊമോഷൻ ആസ് വൈഫ്, പിന്നെ വീട്ടുകാരെ പിരിയുന്നതിൽ വിഷമമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ദർശന. അപ്പോൾ ദർശന, തലേന്ന് എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ശരിയാവില്ലേ, എൻ്റെ വീഡിയോഗ്രാഫി ശരിയാവില്ലേ, എൻ്റെ ഹെയർ സ്റ്റൈൽ ശരിയാവില്ലേ, ഞാൻ കറക്റ്റ് സമയത്ത് എണീറ്റ് എനിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ, കല്യാണത്തിൻ്റെ മുന്നേ എനിക്ക് ഇത്ര സമയം എൻ്റെ വീഡിയോഗ്രാഫിക്ക് വേണ്ടി കിട്ടില്ലേ, ഇതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. അല്ലാതെ വീട് സറൗണ്ടിങ് അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ കല്യാണത്തിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അൽക്ക, അഞ്ജലി, ആർച്ച അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഹോളിഡേ മൂഡായിരുന്നു ഒരു കല്യാണത്തിൻ്റെ ഒരു വൈബിനേക്കാളും. ഇവരെല്ലാം വന്നു, നമ്മൾ കോളേജ് ബൈജൂസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹോളിഡേ മൂഡായിരുന്നു കൂടുതൽ. കല്യാണത്തിൻ്റെ തലേന്ന് രാവിലെ എൻ്റെ വീട്ടിൽ ഹൽദി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ദക്ഷിണ കൊടുക്കില്ലേ, ആ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ക്ലോസ് റിലേറ്റീവ്സും വിഷ്ണുവിൻ്റെ കുറച്ച് ക്ലോസ് റിലേറ്റീവ്സും കൂടെ ഗുരുവായൂർ വന്നിട്ട് നിൽക്കുമായിരുന്നു. കാരണം പിറ്റേന്ന് രാവിലെയാണല്ലോ താലികെട്ട്. അപ്പോൾ വിഷ്ണു കോഴിക്കോട് നിന്നായതുകൊണ്ട് അവർ നേരത്തെ വന്നിട്ട് ഇനി ലേറ്റ് ആവണ്ടെന്നൊക്കെ വിചാരിച്ച് നേരത്തെ അവർ ഹോട്ടലിലെത്തി. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 9:30-10 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു 10:45-11 ആയപ്പോൾ ഞാനും എത്തിയെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് മീറ്റ് ചെയ്യാം, കാരണം ഈ കല്യാണത്തിൻ്റെ തലേന്ന് ഈ പെണ്ണിനെ കാണാനൊരു മനസ്സിലായില്ലേ. അപ്പോൾ അതായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിൽ. പക്ഷേ ഞാനാണെങ്കിൽ പറഞ്ഞു എന്തിനാണ് നാളെ രാവിലെ കാണാനുള്ളത്, എനിക്കാണെങ്കിൽ തലവേദനിച്ചിട്ട് പാടില്ല, നടുവേദനയാണ്, ഇത്ര നേരം നിൽക്കായിരുന്നു, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ, ഭയങ്കര ടയർഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൂം പോയി കിടന്നുറങ്ങി. അപ്പോൾ വിഷ്ണുവിന് അത് ഭയങ്കര ഒരു അടിയായിരുന്നു, ഇവളെന്തേത് ഇങ്ങനെ എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, നിങ്ങളിപ്പോൾ വിചാരിച്ചത് ഇത്ര റൊമാൻറ്റിക് അല്ലാത്ത ഒരാളെ കാണാൻ കിട്ടുമെന്നാണോ? പക്ഷേ റൊമാൻറ്റിക് അല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും. പക്ഷേ എനിക്കപ്പോൾ ഉറങ്ങുകയായിരുന്നു പ്രധാനം. പിന്നെ വിഷ്ണു ആംസ്റ്റർഡാമിൽ നിന്ന് വന്നിട്ട് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വിഷ്ണു കല്യാണത്തിൻ്റെ ഒരു ദിവസം മുന്നേ 2 ദിവസം മുന്നേ ഒക്കെയാണ് ആംസ്റ്റർഡാമിൽ നിന്ന് വന്നത്. അപ്പോൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആക്രാന്തം, ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടായില്ല. ഞാൻ ആലോചിക്കുമ്പോൾ നാളെ കാണാനുള്ളതല്ലേ, അപ്പം എന്തിനാണ് ഇപ്പം ഇത്ര ധൃതി വെച്ച് കാണുന്നതെന്നായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ മനസ്സിൽ. പിന്നെ ന്യൂ ഹോം, ന്യൂ സറൗണ്ടിങ്, എനിക്കറിയില്ല, എനിക്കതൊരു വലിയൊരു ബിഗ് ഡീലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാരെ പിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പിരിയുന്നൊന്നുമില്ലല്ലോ. ഞാനിപ്പോഴും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളും രോഹിത്തിൻ്റെ ചേച്ചിയും വെള്ളച്ചൻ്റെ പേരക്കുട്ടിയും ഒക്കെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഒരാളെയും കൂടെ ലൈഫിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, അവരുടെ പേരൻസിനെയും അവരുടെ സിസ്റ്റേഴ്സിനെയും ഒക്കെ നമ്മൾ നമ്മുടെ സിസ്റ്റേഴ്സായിട്ട് കാണുന്നു, നമ്മുടെ ഫാമിലി ഒന്നും കൂടെ ബിഗർ ആവുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടുകാരെ പിരിയുക, വേറൊരു സെഷനിലേക്ക് പോവുക, അങ്ങനെ എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒന്നും കൂടെ ബിഗറായി എനിക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടി എന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ അടുത്തത് ഹരിത രാജലക്ഷ്മി ആണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. കോളേജ് ആൻഡ് ഹോസ്റ്റൽ ലൈഫ്. ലൈഫ് അറ്റ് വിഷ്ണു ചേട്ടൻസ് ഹോം ആഫ്റ്റർ മാരേജ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് വെൻ യു കെയിം ടു നെതർലൻഡ്സ്. അപ്പോൾ 3 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് കോളേജ് ആൻഡ് ഹോസ്റ്റൽ ലൈഫ്. എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ഒന്നും ആയിരുന്നില്ല എൻ്റെ കോളേജ് എന്ന് പറയുന്നത്. എങ്ങനെയോ 4 കൊല്ലം തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ മെമ്മറീസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല മെമ്മറീസും ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ എന്നാലും എന്താ പറയുക, ഒരു ഫാഷൻ ടീമിൻ്റെ ഓർഗനൈസിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ലൈഫ് പക്ഷെ ഞാൻ ആദ്യം നിൽക്കുന്നത് SEMSലല്ല. ഞാൻ ആദ്യം നിന്നിരുന്നത് കോട്ടയ്ക്കൽ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനില്ലേ, അവിടെ ഞാൻ ക്രാഷ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഫസ്റ്റ് ഹോസ്റ്റലിൽ നിന്നത്. അതൊന്നും പറയണ്ട, ഫുൾ കോമഡിയാണ്, അങ്ങനെ പറഞ്ഞ് സംസാരിക്കാറൊക്കെ നല്ലത്. പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈഫ് അറ്റ് വിഷ്ണു ചേട്ടൻസ് ഹോം ആഫ്റ്റർ മാരേജ്. നല്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ മെമ്മറി എന്ന് പറയാൻ എന്താ പറയുക, എൻ്റെ വീട്ടിലുള്ളത് പോലെ തന്നെയായിരുന്നു വിഷ്ണുവിൻ്റെ വീട്ടിലും. വേറെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവിൻ്റെ പേരൻസ്, അമ്മ വർക്കിംഗ് ആണ്, അച്ഛൻ്റെതായ എൻഗേജ്മെൻറ്റ്സ് ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീക്ക് ഡേയ്സ് ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അധികം ഞാൻ വീക്കെൻഡ്സ് ആയിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമാണല്ലോ നാട്ടിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അധികം ഞാൻ വീക്കെൻഡ്സ് ആയിരുന്നു അവിടെ പോകാറുണ്ടായിരുന്നത്. ചില വീക്കെൻഡ്സ് എനിക്കും ചില എൻ്റെ ഫ്രണ്ട്സിനെ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് എനിക്കുള്ളപ്പോൾ എനിക്ക് വീക്കെൻഡ്സ് ചിലപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഇങ്ങോട്ട് വരും, നമ്മൾ ഒരുമിച്ച് കറങ്ങാൻ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലായിരുന്നു വിഷ്ണുവിൻ്റെ വീട്ടിൽ. പിന്നെ എന്താ, ഫസ്റ്റ് എക്സ്പീരിയൻസ് വെൻ യു കെയിം ടു നെതർലൻഡ്സ്. ഞാൻ നെതർലൻഡ്സിലേക്ക് വരുന്നത് വഴി ഉണ്ടായിരുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നും ഇട്ടിട്ടില്ലേ, എനിക്ക് എയർവേയിൽ കിട്ടിയിട്ടുള്ളൊരു പണി. അതായിരുന്നു ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതൊരു ഗുഡ് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നെതർലൻഡ്സിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് പുറത്ത് വരണം എന്നുള്ളത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ എത്തിയോണ്ടോ തോന്നുന്നു, എനിക്ക് അങ്ങനെ ഒരു പുറത്ത് എത്തിയെന്നുള്ളൊരു ഫീലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നോർമലായിട്ടുള്ളൊരു കാര്യം നടന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഷാലിമ MTR. സ്കൂൾ ജീവിതത്തിലെ മറക്കാനാവാത്ത മെമ്മറീസ് ആൻഡ് ഫ്രണ്ട്സ്. എനിക്ക് കിഡ്ലൻ സ്കൂൾ ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 4 സ്കൂളിൽ പഠിച്ചു. LKG UKG ഞാൻ NSSലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 1st സ്റ്റാൻഡേർഡ് ടു 7th സ്റ്റാൻഡേർഡ് ഞാൻ MES സെൻട്രൽ സ്കൂൾ വളാഞ്ചേരിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 8th 9th 10th ഞാൻ ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂൾ, നമ്മുടെ അത്തിപ്പറ്റ എന്ന് പറയും, എന്താ പറയുക, പെരിന്തൽമണ്ണ പോണ വഴിക്ക് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 11th 12th ഞാൻ ഐഡിയലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് 4 സ്കൂളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കിഡ്ലൻ സ്കൂൾ ലൈഫായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ പറഞ്ഞ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെതായ നല്ല പ്രശ്നങ്ങൾ എൻ്റെ പേരൻസിനുണ്ടായിരുന്നു, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു മെമ്മറി എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഷൈമ. എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്, നമ്മൾ 1st സ്റ്റാൻഡേർഡ് തൊട്ടേ. അപ്പോൾ ഷൈമ ഭയങ്കര പഠിപ്പിസ്റ്റ്, അങ്ങനെ നല്ലൊരു കൊച്ചായിരുന്നു കേട്ടോ, സ്റ്റിൽ നല്ലൊരു കൊച്ചാണ്. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ടായി കിട്ടണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്ന ഒരു ആളായിരുന്നു ഷൈമ. അപ്പോൾ എനിക്ക് അറ്റ് എനി കോസ്റ്റ് ഷൈമയുടെ ഫ്രണ്ട് ആവണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഷൈമേനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷൈമേനെ എന്താ പറയുക, നമ്മൾ കുറേ അങ്ങോട്ട് ഫേവർ ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സായി. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു, ഉണ്ണിയേട്ടൻ്റെ ഓട്ടോറിക്ഷ എന്ന് പറയും. അപ്പോൾ അതിലായിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് 1st സ്റ്റാൻഡേർഡോ 2nd സ്റ്റാൻഡേർഡിലോ ഒക്കെയാണ്. അന്ന് 9th 10th ഒക്കെ പഠിക്കുന്ന ചേച്ചിമാരും ഓട്ടോയിലുണ്ട്. അപ്പോൾ ഞാൻ എന്നും ഈവനിങ് ഇങ്ങനെ കാണട്ടോ, ഈ ചേച്ചിമാർ വന്നിട്ട് ഉണ്ണിയേട്ടനോട് പറയും, ഞാനെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കേട്ടോ, വീട്ടിൽ പറഞ്ഞാൽ മതി, ഞാനെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇവർ പോകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവർ നല്ല ഐഡിയ ആണല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഷൈമയുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോയാലോ എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഷൈമ അടുത്ത് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്കാണെന്ന് വരുന്നത് വൈകുന്നേരം. അപ്പോൾ ഷൈമയും ഭയങ്കര ഹാപ്പി, അയ്യോ നമുക്ക് പോകാം, വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനന്ന് 1ാം ക്ലാസ്സിലാണ്. LKG പഠിക്കുന്ന ചെക്കൻ്റെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചു, എടാ നീ ഒരു കാര്യം ചെയ്യുക, നീ ഉണ്ണിയേട്ടനോട് വരുമ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളത്. അങ്ങനെ ആ ചെക്കൻ മറന്നോ എന്താ ഉണ്ടായതെന്ന് അറിയില്ല. ഉണ്ണിയേട്ടൻ ചോദിച്ചു ഐശ്വര്യ എവിടെയെന്നുള്ളത്. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയേട്ടൻ തിരിച്ച് എല്ലാ പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഐശ്വര്യനെ കാണാനില്ല.
അറിയില്ല എവിടെയാന്നുള്ളത് എന്ന് പറഞ്ഞു. അന്നിങ്ങനെ എല്ലാവരെയും മൊബൈലുള്ള സമയമല്ല തോന്നുന്നു കേട്ടോ, അല്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വിളിച്ചൊക്കെ അറിയിക്കുമല്ലോ, അന്ന് എല്ലാവരെയും മൊബൈൽ ഇല്ല തോന്നുന്നു. അപ്പോൾ ഉണ്ണിയുടെ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ വെല്ലച്ഛനും അച്ഛനും അമ്മയൊക്കെ ഫുൾ ടെൻഷനായി, ഇവളെ ഇവിടെ എന്നൊക്കെ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ അടിപൊളിയല്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത് ഉണ്ണിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്. അങ്ങനെ ഞാൻ ഷൈമയുടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ എന്താ പറയുക, ഒച്ചമാങ്ങ കഴിച്ചു, ഉപ്പിലിട്ട അരിനെല്ലിക്ക് കഴിച്ചു, അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നി വീട്ടിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞാലോ, അവരൊന്ന് എനിക്കവർ ടെൻഷനാവും എന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഷൈമയുടെ വീട്ടിലിട്ടുണ്ടോ, ഒന്നും പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീട്ടിലെ ആൾക്കാരെത്തി. അമ്മയും അച്ഛനും വല്യച്ഛനും എല്ലാവരും കൂടെ വന്നിട്ട് ചെവിയോടക്കനെ തൂക്കി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി നല്ല പട കിട്ടി. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ഞാൻ വീട്ടിൽ പോവാട്ടോ, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാട്ടോ എന്ന് പറഞ്ഞ് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിലും കൂടെ ഒന്ന് പറയണം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുക എന്നുള്ളത്. അപ്പം അത് ഇപ്പോഴും അമ്മ പറയാറുള്ള ഒരു കാര്യമാണ്. ഒരു ബുദ്ധിയും ബോധവും ഇല്ലാതെ ആരുടെയോ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കുകയാണ്. അന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ പേരൻസിന് അറിയുള്ളൂ, അല്ലാതെ അവർക്ക് അവരുടെ ഫാമിലി എന്താണെന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഓർക്കുന്ന ഒരു മെമ്മറിയാണ്. ഗോകുൽ സിദ്ധു എബൌട്ട് മലപ്പുറം, നമ്മുടെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലപ്പുറമാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. പിന്നെ എന്ന് കരുതി വേറൊരു സ്ഥലം എനിക്കിഷ്ടമല്ല എന്നല്ല കേട്ടോ, എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. എന്നാലും നമ്മൾ ജനിച്ച സ്ഥലത്തിനോടൊരു പ്രത്യേക താല്പര്യം നമുക്കുണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഇഷ്ടം കൂടുതൽ എനിക്ക് മലപ്പുറത്തിനോടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്താ മലപ്പുറം ഭാഷ ഇല്ലാത്തതെന്നുള്ളത്. എനിക്ക് നന്നായിട്ട് മലപ്പുറം ഭാഷയിൽ സംസാരിക്കാൻ അറിയാം. വീട്ടിൽ അങ്ങനെ ഒരു മലപ്പുറം സ്ലാങ് ഇല്ല, അതുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പം നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മലപ്പുറം ഭാഷയിലാണ് ഞാൻ സംസാരിക്കാറ്. എനിക്ക് ആക്ച്വലി ഞാൻ പ്രൗഡാട്ടോ എനിക്ക് മലപ്പുറം ഭാഷയിൽ സംസാരിക്കാൻ അറിയും എന്ന് ഞാൻ പറയുന്നതിൽ. പിന്നെ എവിടെയൊക്കെ വേൾഡിൽ ഏത് സ്ഥലത്ത് പോയാലും കിട്ടാത്ത ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന എനിക്ക് കേട്ടോ. വീട്ടിലേക്ക് എത്തുന്ന ആ ഉണിയം പാലമൊക്കെ കഴിഞ്ഞ് വളാഞ്ചേരി സെൻറ്ററിൽ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുമല്ലോ കുറച്ച് നേരം. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ റൂട്ടിലേക്ക് ഇങ്ങനെ കയറാൻ നേരത്ത് ഒരു പ്രത്യേക തരം കാറ്റടിക്കാനുണ്ട്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സുഖം എനിക്ക് ലോകത്ത് എവിടെ പോയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മലപ്പുറം ഉണ്ടാവും. കുറേ ഉണ്ടായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നാലും ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, എൻ്റെ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് ഒക്കെ കഴിഞ്ഞ് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോക്ക് കുറച്ചൊന്ന് ഒതുങ്ങി കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോക്ക് നമ്മൾ ഈ ചെക്കന്മാരൊക്കെ ഇങ്ങനെ വായി നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു ക്ലിയറാരിറ്റി വരാനുണ്ടല്ലോ, അവനെന്നെയാണ് നോക്കുന്നേ എന്നുള്ളൊരു ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടുക, അങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എന്നല്ല എല്ലാ ഗേൾസും, നിങ്ങളിപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ ഗേൾസും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് വായ നോക്കുന്നത് ആണുങ്ങൾക്ക് ഒരു എന്താ പറയുക നല്ലൊരു കാര്യമല്ലേ വായ നോട്ടെ, എൻ്റെ ഒപ്പീനിയൻ നല്ലൊരു കാര്യമാണ് വായ നോട്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടങ്ങിയ ഒരു സമയം കേട്ടോ. ഒരു 9th സ്റ്റാൻഡേർഡ് 10th ഒക്കെയാണ് എന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത്. എന്നെ എന്താ പോലെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 10th കഴിഞ്ഞു. ഞാൻ 11th ഐഡിയലിൽ ജോയിൻ ചെയ്തു. അങ്ങനെ എനിക്ക് രാവിലെ ബസ് വരിക 7:30ക്കാണ്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് പോയിന്റിലോട്ട്. അപ്പോൾ ഞാൻ നടക്കുന്ന വഴിക്ക് സൈഡിലൊരു ക്ലബ്ബുണ്ട്. അവിടെ രാവിലെ കുറേ ചേട്ടന്മാർ ഷട്ടിലൊക്കെ കളിച്ച് അവിടെ വന്നിരിക്കും. ചേട്ടന്മാരാണോ അതോ എൻ്റെ പ്രായമുള്ള ആൾക്കാരാണോ അതോ എനിക്കറിയില്ല ആരാന്നുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ലല്ലോ, അവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ കൂടെ ആയിരുന്നു രാവിലെ ബസ് കയറാൻ പോകാന്നുള്ളത്. അപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഞാൻ. മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടല്ലാതെ സ്കൂളിൽ എനിക്ക് ആരും ഇമ്പ്രസ് ചെയ്യാനില്ല, പക്ഷേ ക്ലബിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടന്മാരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പോവുക. അവിടുത്തെ ഒരു ചേട്ടൻ ഒരു ചെറിയ ഒരു ഇളക്കം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിലെത്തുമ്പോൾ ഒബ്വിയസ്ലി ജാട ഇടുമല്ലോ. അങ്ങനെ 2-3 തവണ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നു. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ നടന്നുപോയി. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്ലബിൻ്റെ എന്തോ ഒരു നോട്ടീസ് ആ പുള്ളിക്കാരൻ എനിക്ക് കൊണ്ടുതന്നു. അപ്പോൾ ഞാൻ നോട്ടീസൊക്കെ എടുത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് നടന്നു. എന്നിട്ട് ഞാൻ ഈ നോട്ടീസ് ഇങ്ങനെ ചുരുട്ടി, ഈ കയ്യിൽ എൻ്റെ പേഴ്സ് ഉണ്ടായിരുന്നു, ചുരുട്ടി നോട്ടീസ് ഒരൊറ്റ കയറാം. ഓക്കെ, അപ്പോൾ ബാക്കിൽ നിന്ന് ഈ ചേട്ടൻ വിളിയോട് വിളിയോ. ഞാൻ ഇയാളെന്തിനാ ഇത് എന്നെ വിളിക്കുന്നത്, നമുക്ക് ജാട കയ്യിൽ നിന്ന് വിടാൻ പാടില്ല, ഇപ്പോൾ തിരികെ എന്താ എനിക്ക് വേണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ പ്രശ്നം എനിക്ക് മനസ്സിലായത്. ചുരുട്ടിയിട്ട് നോട്ടീസല്ല ഞാൻ വലിച്ചെറിഞ്ഞത്, പേഴ്സാണ് വലിച്ചെറിഞ്ഞത്. ചുരുട്ടി നോട്ടീസ് ഞാൻ കയ്യിൽ സേഫ് ആക്കി വെച്ച് പേഴ്സ് ഒരറ്റേറ്. ആ ചേട്ടൻ പേഴ്സ് കൊണ്ടുതരാൻ വേണ്ടി എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു
മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ പല അങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് ഓർത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആയിഷ ഫിബ്നയാണ്. ഇന്നാ പിടിച്ചോ എൻ്റെ വക എന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചേച്ചിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് വീട്ടുകാരൊന്നും പറയാറില്ലേ? ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആണ്. വീട്ടുകാർ ഒന്നും പറയാറില്ല. കാരണം വീട്ടുകാർ ആക്ച്വലി അവർക്കറിയാം, എൻ്റെ പേരൻസ് ഒന്നാമത് അങ്ങനെ ഒരു കൺസർവേറ്റീവ്, എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന അങ്ങനത്തെ ഒരു പേരൻസ് അല്ല. എൻ്റെതായ ഫ്രീഡം എനിക്ക് എൻ്റെ എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫിലും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെയാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരൊന്നും പറയാറില്ല. പിന്നെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്യാതിരിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ചുരിദാർ ഇട്ട്, ഇപ്പം നാട്ടിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, നാട്ടിൽ ഞാൻ വന്നിട്ട് ഒരു ഷോർട്ട്സും ഒരു സ്ലീവ്ലെസ് ടോപ്പ്, ഒരു സ്ലിംഗ് ടോപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എങ്ങനെ നോക്കും സ്റ്റെയർ ചെയ്തിട്ട്? അതിൻ്റെ ഒരു വേറെ കൈൻഡ് ഓഫ് നോട്ടം തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ സാരിയും ഞാൻ ചുരിദാറും ഒക്കെ ഇട്ട് നടന്നാൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ വിശ്വാസം, ഞാൻ ഒരിക്കലും വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അത് ഷഹാന അസിസ് ആണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ്പീരിയൻസ് ആസ് എ ചൈൽഡ് ഓഫ് എ ടീച്ചർ. Did your parents teach you? If yes, how was your class experience and do you face any problem? അപ്പോൾ ഷഹാന, എക്സ്പീരിയൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയാൻ അമ്മയും അച്ഛനും പഠിപ്പിച്ചിരുന്നത് എൻ്റെ വീടിനടുത്തുള്ള, പഠിപ്പിച്ചിരുന്നതല്ല, സ്റ്റിൽ പഠിപ്പിക്കുന്നത് വീടിനടുത്തുള്ള വളാഞ്ചേരി ഹൈസ്കൂളിലായിരുന്നു. ഞാനെല്ലാം പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. അമ്മയും അച്ഛനും പഠിപ്പിക്കുന്നത് വളാഞ്ചേരി ഹൈസ്കൂളിലാണ്. ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളൊന്നും ഞാനല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ സമയം ഇവരിരുത്തി എന്നെ പഠിപ്പിക്കുമായിരുന്നു. ഓർക്കുന്നു ഞാനതെല്ലാം. എനിക്ക് കറക്റ്റ് സ്റ്റഡി ടൈം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛനല്ല കേട്ടോ, അച്ഛൻ അങ്ങനെ ഇരുത്തി സ്ട്രിക്റ്റ് ആക്കി പഠിപ്പിക്കുകയൊന്നുമില്ല. അച്ഛനിടയ്ക്ക് വന്ന് 4 ക്വസ്റ്റ്യൻ ചോദിക്കും, ഉത്തരം കിട്ടിയില്ലെങ്കിൽ 2 അടിക്കാതെ അച്ഛൻ പോകും. അച്ഛത്ര ഉണ്ടായുള്ളൂ. പക്ഷെ അമ്മ വളരെ കറക്റ്റായിട്ട് +1 +2 എക്സാമിൻ്റെ ടൈമിലൊക്കെ, പ്രത്യേകിച്ച് 10th എക്സാമിൻ്റെ ഒക്കെ പ്രത്യേകിച്ച്, ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മാത്രമേ ഞാൻ പഠിക്കുള്ളൂ. അപ്പോൾ അമ്മ എക്സാമിൻ്റെ എത്രയോ മുന്നേ അമ്മ ലീവൊക്കെ എടുത്ത്, അത്രയും കാലം ലീവ് എടുക്കാതെ നമ്മുടെ പോർഷൻസൊക്കെ സ്കൂളിൽ തീർത്ത്, എന്താ പറയുക, ലാസ്റ്റ് കുറച്ചൊരു 2 വീക്സ് എനിക്ക് വേണ്ടി ലീവ് എടുത്ത് എന്നെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു. സോ അവരുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല. വീട്ടിൽ അവരെനിക്ക് ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് വന്ദന വി ആണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഐഷുവിനും വിഷ്ണു ചേട്ടനും കൂടെ ഏറ്റവും കൂടുതൽ എന്നും പറഞ്ഞു ചിരിക്കാറുള്ള ഒരു ഇൻസിഡൻറ്റ് എന്താണ്? You are such an amazing soul, Aishu. So proud of that. Love you, be crazy. Thank you so much, വന്ദന. അപ്പോൾ വന്ദന ചോദിച്ചിട്ടുള്ളത് ഞാനും വിഷ്ണുവും എപ്പോഴും പറഞ്ഞ് ചിരിക്കാറുള്ള ഒരു കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, വിഷ്ണു എൻ്റെ വീട്ടിൽ പെണ്ണ് കണ്ടിട്ടൊക്കെ തിരിച്ച് പോയല്ലോ. പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ നോ പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് വിഷ്ണുവിനെ കല്യാണം കഴിക്കും വേണ്ട. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാൻഡ്. ഇതിനുള്ള റീസണൊക്കെ എന്താണെന്നുള്ളത് ഞാൻ മുന്നേ എൻ്റെ പെണ്ണ് കാണൽ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 സീരീസ്, ഒരു 4 എപ്പിസോഡ്സ് കിടക്കുന്നുണ്ട് എൻ്റെ പെണ്ണ് കാണൽ. അപ്പോൾ അതെല്ലാവരും പോയിട്ടൊന്ന് കാണുക. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലായിരിക്കും എനിക്ക് എന്തുകൊണ്ടാണ് വിഷ്ണുവിനെ കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കല്യാണം താല്പര്യമില്ല എന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് പുറത്തുനിന്ന് മീറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ കോഴിക്കോട് ഫോക്കസ് മോളിൽ നിന്ന് മീറ്റ് ചെയ്യുകയാണ്, സുഹൃത്തുക്കളെ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വിഷ്ണു നേരത്തെ എത്തി. എൻ്റെ ഉദ്ദേശം ഈ പോകുന്നതിൽ ഈ കല്യാണം മുടക്കുക എന്നുള്ളതാട്ടോ. എങ്ങനെയെങ്കിലും എനിക്ക് കല്യാണം മുടക്കണം, അതിനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മൾ ഇരിക്കുക. അപ്പോൾ വിഷ്ണു അന്ന് തന്നെ എന്നെ കണ്ട് പേടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി മേക്കപ്പ് ഇല്ലാതെയാണ് വിഷ്ണു ഫോക്കസ് മോളിൽ നിന്ന് കണ്ടത്. അപ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഫോക്കസ് മോളിലേക്ക് ഞാൻ പോകുമ്പോൾ തീരെ ഒരു മേക്കപ്പും ഇല്ലാതെ, ഞാൻ രാവിലെ കുളിച്ചിട്ട് വരില്ലതാണ്. രാവിലെ എണീറ്റ് പല്ല് തേച്ചു. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് കോഴിക്കോട്. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ലൂസ് ടോപ്പ്, ഒരു ഓറഞ്ച്, എനിക്ക് ഒട്ടും ചേരാത്തൊരു കളറാണ് ഓറഞ്ച്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുത്ത് അതൊന്ന് വന്ന് ഒരു ലൂസ്, വെരി ലൂസ് ഓറഞ്ച് ടോപ്പും
ഒരു 3/4 വരുന്ന 3/4 കുറച്ച് ഇറങ്ങി കിടക്കുന്ന ഒരു ജീൻസും ആംഗിൾ ലെങ്ത്തിന്റെ മുകളിൽ, ആംഗിൾ ലെങ്ത് അല്ലാതെ ഞാൻ 3/4 എന്ന് പറഞ്ഞ മുകളിൽ കിടക്കുന്ന ഒരു ജീൻസും ഒരു ഹെഡ്സെറ്റും, മുടിയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് കെട്ടി വെച്ച് കണ്ണൊന്നും എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു വൃത്തികെട്ട കോലത്തിൽ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വിഷ്ണുവിനെ കാണുന്നത്. വിഷ്ണു കണ്ടപ്പോഴേ വിചാരിച്ചിട്ട് പഠിച്ചവൻ ഇതെന്താ സാധനം എന്ന് വിഷ്ണു എപ്പോഴും എൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പക്ഷെ വിഷ്ണു ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ്. ഈ കാര്യം ഞാനും വിഷ്ണു വേണമെങ്കിൽ ഒരിക്കൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുക കേട്ടോ, വിഷ്ണു റെഡി ആണെങ്കിൽ ഞാൻ ചോദിച്ചോക്കട്ടെ. അപ്പോൾ നമ്മൾ ഫോക്കസ് മോളിൽ മീറ്റ് ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വിഷ്ണു കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. എന്തിനാ ഇയാൾ കഴിക്കുന്നത് എന്നുള്ള മട്ടായിരുന്നു എനിക്ക്. ഉച്ച കഴിഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് കഴിക്കണം, നമുക്ക് പാരഗണിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ പാരഗൺ നിന്ന് വിഷ്ണു ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്താണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഫോക്കസ് മോളിലല്ലേ പാരഗൺ ഉള്ളത്? പാരഗണിൻ്റെ എം ഗ്രില്ലോ അത് ഉള്ള സ്ഥലത്താട്ടോ പോയത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എവിടെയാന്നുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ എന്താ പറയുക ഓർഡർ ചെയ്തു. എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, എനിക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നാൽ ഓക്കെ ഞാൻ കഴിക്കണം, എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ പുള്ളി ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ പുള്ളി ഒരു ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്തോ ഒന്ന് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് വിഷ്ണു കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടല്ലോ ഭയങ്കര വിശപ്പ്, എങ്ങനെയെങ്കിലും കഴിക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു പ്ലേറ്റ് പറയും, ഞാൻ ഷെയർ ചെയ്യാൻ കുറച്ച് ഒരു കമ്പനി തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. വിഷ്ണു എപ്പോഴും പറയും ആ ബിരിയാണിയുടെ 1/4 ഭാഗം തിന്നു നിർത്താൻ ഞാൻ ഒരു ചിക്കൻ പീസ് പോലും വിഷ്ണുവിന് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പറഞ്ഞ് ചിരിക്കാറുണ്ട്. പിന്നെ ഒപ്പം എൻ്റെ തള്ളും, ഞാൻ ഭയങ്കര തള്ളായിരുന്നു, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കല്യാണം ഒഴിവാക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര ഒരു ബബിൾക്കൊക്കെ വയലുണ്ടായിരുന്നു, ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ എന്തൊക്കെ പറയാൻ ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വിഷ്ണു എപ്പോഴും പറഞ്ഞ് എന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ഇപ്പോഴും വിഷ്ണു അതിനെക്കുറിച്ച് ഒരു ലോഡ് സംസാരിക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പറഞ്ഞ് ചിരിക്കാറുള്ള ഒരു കാര്യം. ലാസ്റ്റായിട്ട് ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഭയങ്കര വലുതായി പോകും. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൺഫോർഗെറ്റബിൾ സ്കൂൾ മെമ്മറി എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സ്കൂൾ മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഹൈപ്പർ ആക്റ്റീവ്നെസ് കാണിക്കുന്ന ഒരു കാര്യം ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഒപ്പം വേറൊരു കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ സഹോദയ മീറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ വീട്ടിൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്നെ ഡാൻസിന് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ആയിരുന്നില്ല. അവർക്ക് ഞാൻ പഠിക്കണം ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള പേരൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കണം പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡാൻസ് പഠിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിന് ശേഷം ഞാൻ കുറച്ച് പഠിച്ചു. അപ്പോൾ എന്താ പറയുക എനിക്ക് ഒരു ഫോക്ക് ഡാൻസ് കളിക്കണം, അതായിരുന്നു എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം. സഹോദരിക്ക് എനിക്ക് കളിക്കണം. അപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡാൻസ് കളിക്കുന്ന ഒരാളായതുകൊണ്ട് ടീച്ചറുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്തു, ഓക്കെ നീ കളിച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ സാധനം എവിടുന്ന് പഠിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന വഴിക്ക് അമ്മയുടെ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ അടിച്ചു മാറ്റി. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വളാഞ്ചേരി ടൗണിൽ ഇറങ്ങിയിട്ട് AKG റോഡ് ഉണ്ടല്ലോ, അവിടെ നമ്മുടെ അക്ഷര ബുക്ക് സ്റ്റാള്, അലിഫ് ബുക്ക് സ്റ്റാള്, അതൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു CD-യുടെ കടയുണ്ടായിരുന്നു അന്ന്. ഇന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല, ഇപ്പോൾ CD അത്ര ഇല്ലല്ലോ, കടയുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്നെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു രഘുമാഷ്ടെ മോളാണോ? പറഞ്ഞു അതെ രഘുമാഷ്ടെ മോളാണ്. അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു തോന്നുന്നു അത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫോക്ക് ഡാൻസിൻ്റെ ഒരു CD വേണം, തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് ഏതൊരു കേരള യുവജനോത്സവത്തിൻ്റെ എന്തോ ഒരു CD ഒക്കെ കോപ്പി ചെയ്തിട്ട് എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ പുള്ളി എത്ര ഒരു പൈസ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്കറിയില്ലല്ലോ എത്ര പൈസ വേണം ഇതിനെന്നൊക്കെ. അപ്പം ഞാൻ ഈ ഒരു 10 രൂപ എടുത്തിട്ട് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എനിക്കിതിൽ വലിയ വിവരമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊരു ഓട്ടോയും വിളിച്ചു, ഓട്ടോയ്ക്കുള്ള പൈസയും കൊടുത്തിട്ട് പുള്ളി എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇതെനിക്ക് മാം തന്നതാണ്, CD ഇത് നോക്കി പഠിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഫുൾ പഠിച്ചു കേട്ടോ, ഫുൾ അത് പഠിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് കളിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നന്നായി കളിക്കുന്നുണ്ടല്ലോ. അന്നാണ് എൻ്റെ അമ്മ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നു ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കും എന്നുള്ളത്. പിന്നെ സ്കൂളിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞു നന്നായി കളിക്കുന്നുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മേക്കപ്പ് വേണമല്ലോ. സോ മേക്കപ്പ് എവിടെ നിന്ന് കിട്ടും?
അന്ന് മേക്കപ്പിനൊക്കെ അന്ന് ഭയങ്കര റേറ്റ്, ഇന്നും ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നല്ലോ അത്. അപ്പോൾ അമ്മ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ല, അമ്മ ഒരാൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എനിക്ക് അറേഞ്ച് ചെയ്തെന്നു, സ്കൂൾ വഴി അറേഞ്ച് ചെയ്ത്. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു എത്ര 6000-7000 രൂപ, ഇതൊരു 10-12 കൊല്ലം മുന്നെയാണ്. അത്രയും ഉണ്ടായിരുന്നു ആ ഒറ്റ സിംഗിൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു, നീ ഒരു സ്പെയർ കാസറ്റോ അല്ലെങ്കിൽ CD കയ്യിൽ വെക്കണം, കാരണം ഇൻ കേസ് ഈ CD പ്ലേ ചെയ്യുമ്പോൾ സ്റ്റക്കായി കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് അനേദർ ഓപ്ഷൻ എന്നുള്ളത്. അപ്പം ഞാൻ ഓക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് അറിയില്ല ഇത് എങ്ങനെ ചെയ്യുക, കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്കൊരു ഡാൻസ് ടീച്ചറോ ആരുമില്ല. അപ്പം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CD പ്ലെയറിൽ ഈ CD ഇട്ടിട്ട് പാട്ട് TV പ്ലേ ചെയ്യുമ്പോൾ ഒരു ടേപ്പ് റെക്കോർഡർ സൈഡിൽ വെച്ചിട്ട് റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ട് ഞാനിത് റെക്കോർഡ് ചെയ്തു. അപ്പം എൻ്റെ വിചാരം ഇത് പാട്ട് മാത്രമേ റെക്കോർഡ് ചെയ്തെടുക്കുള്ളൂ എന്നാണ്. പക്ഷെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യം മുഴുവൻ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അതായത് രോഹിത് ചീറുന്നത്, വല്യച്ഛൻ രോഹിത്തിനെ ചീത്ത പറയുന്നത്, അമ്മയും കൂടെ വർത്താനം പറയുന്നത്, ഇതൊക്കെ ഈ കാസറ്റിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സഹോദയ ദിവസം എത്തി. ഞാൻ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാൻ ബാക്കിൽ നിൽക്കുമ്പോൾ ഞെട്ടിപ്പോയി മക്കളെ. എല്ലാ കുട്ടികളുടെ ഒപ്പം ഒരു ഡാൻസ് മാസ്റ്റർ ഉണ്ട്. അവർ പറയുന്നത്, മോളെ ഈ കൈ വയ്ക്കുമ്പോൾ കണ്ണിങ്ങോട്ട് നോക്കണം, അത് കഴിഞ്ഞാൽ കണ്ണ് അങ്ങോട്ട് നോക്കിയിട്ട് വേണം, കാലിങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ ഗുരു എന്ന് പറയുന്നത് CD ആ ചേച്ചിയാണ്. അപ്പോൾ ലോട്ട് എടുത്തു. ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക്, ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ട കുട്ടിക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര പേടി, പറ്റില്ല, അയ്യോ ടെൻഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ഇതിൽ ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല, ചുമ്മാ കയറി എൻ്റെ ആഗ്രഹത്തിന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച് പകുതി എത്തിയപ്പോൾ ഡും ഡും പപ്പടം എന്നൊക്കെ പറഞ്ഞ് പകുതി എത്തിയപ്പോൾ CD നിന്നു. CD നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കേട്ടൺ ഇട്ടു. എനിക്കാണെങ്കിൽ ആകെ എനിക്കെന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം അങ്ങനെ ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആകെ ഒരു ഇതായി നിൽക്കുമ്പോൾ ജഡ്ജ് അനൗൺസ് ചെയ്തു, യൂഷ്വലി നമ്മൾ സെക്കൻഡ്സ് ചാൻസ് കൊടുക്കാറില്ല കേട്ടൺ ഇട്ട് കഴിഞ്ഞാൽ, CD സ്റ്റക്കായി കഴിഞ്ഞാൽ, കാരണം ടൈം നമുക്ക് വാല്യുബിൾ ആണ്. പക്ഷേ ഷീ വാസ് ഡാൻസിങ് ഗുഡ്, അതുകൊണ്ട് ഒരു ചാൻസും കൂടെ കൊടുക്കുകയാണ്, കളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയത്, അയ്യോ എൻ്റെ മറ്റേ CD ഉണ്ടല്ലോ ഞാൻ റെക്കോർഡ് ചെയ്തത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് ഫ്രണ്ടിനെ വിട്ടിട്ട് എൻ്റെ ബാഗിൽ നിന്ന് എടുപ്പിച്ചിട്ട് പിന്നെ ആ CD മറ്റേ റെക്കോർഡ് ചെയ്ത കാസറ്റ് ഉണ്ടല്ലോ അതായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്ലിയറും ഇല്ല കേട്ടോ. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല പാട്ട് ചെയ്ത് കഴിക്കാൻ ഡാൻസ് ചെയ്ത് കഴിക്കാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡാൻസ് വീഡിയോ ആയിരുന്നുള്ളൂ ഈ പപ്പടം എന്നുള്ളത്. അതുകൊണ്ട് കാണുന്നവർ കുറേ തവണ കണ്ടതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ രോഹിത്തിൻ്റെ കച്ചറിയും വല്യച്ഛൻ്റെ ചീത്തവിളിയും പിന്നെ അച്ഛനും വർത്താനം പറയുന്ന ഒക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഡാൻസ് കഴിഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു ഒരു സാധനം കിട്ടാൻ പോകുന്നില്ല, കാരണം അത്രയും ലോ ക്വാളിറ്റി ആയിരുന്നു. വേറെയുള്ള ആൾക്കാരൊക്കെ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3rd. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും എന്നറിയോ നിങ്ങൾക്കൊരു ഡിസ്ട്രിക്ട് ലെവലിൽ. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് 3rd കിട്ടി എന്നുള്ളത്. അപ്പോൾ ജഡ്ജ് അനൗൺസ് ചെയ്തു 3rd കിട്ടിയ കുട്ടി ആക്ച്വലി നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് ഫസ്റ്റ് കൊടുക്കാൻ നമ്മൾ റെഡിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരിയുടെ ഓഡിയോ തീരെ ക്ലിയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് 3ാം സ്ഥാനത്തോട്ട് കൊടുത്തത്. ആ കുട്ടിക്ക് വേണമെങ്കിൽ അപ്പീൽ കൊടുത്തിട്ട് സ്റ്റേറ്റ് പോവാം എന്നുള്ളത്. ഐ വാസ് റിയലി ഹാപ്പി, കാരണം എൻ്റെ എഫേർട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നിയേക്കാം, പക്ഷെ സത്യം പറഞ്ഞാൽ തള്ളല്ല. അത്രയും നമ്മൾ സ്വന്തം എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു കാര്യത്തിന് ഒരു അംഗീകാരം കിട്ടുക, പേരൻസ് തിരിച്ചറിയുക നിങ്ങൾ ഡാൻസ് കളിക്കും, സ്കൂൾ തിരിച്ചറിയുക, പിന്നെ അമ്മ എന്നെ ഡാൻസിന് കൊണ്ട് ചേർത്തു പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അതെനിക്ക് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പം പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആവുന്ന എൻ്റെ ഒരു മെമ്മറിയാണത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതോടുകൂടെ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നെക്സ്റ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ടാറ്റാ, ബൈ.